അപ്പൊ മേലാറ്റൂരിലെ നമ്മള് മൂസക്കുട്ടി എന്ന് പറയുന്ന കർഷകനാണ്. തേനി വാഴയാണ് അല്ലെ. 6 പടല 7 പടലയൊക്കെ ഉണ്ട്. നല്ല കൊല തൂക്കുണ്ട്. എന്നാലും മാണി പൊട്ടിക്കാനും ഒക്കെ കുറച്ചൊക്കെ വിട്ടിട്ടുണ്ട്. എന്ത് പറയണു? എത്ര ഏക്കറിലാണ് കൃഷി? കൃഷി 40 ഏക്കറിലുണ്ട്. 40 ഏക്കറുണ്ട് മേലാറ്റൂര്. അപ്പൊ എന്തൊക്കെയാണ് കൃഷി? കുറച്ച് റോബസ്റ്റ് അപ്പുറത്തുണ്ട്. വാഴയുണ്ട്, പിന്നെ പൂളുണ്ട്, നെല്ലുണ്ട്, പച്ചക്കറികളുണ്ട്, പിന്നെ ചേനയുണ്ട്. പശുക്കളില്ലേ? പശുക്കളുണ്ട്, 2 പശുക്കളുണ്ട്, റബ്ബറുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്. ഓ, അപ്പൊ ഈ 40 ഏക്കർക്ക് എത്ര പേരുണ്ട്? പണിക്കാർ എത്ര? പണിക്കാര് ഒരു 5-6 പേര് ഡെയിലി സ്ഥിരമായിട്ടുണ്ട്. ബംഗാളികളാണ്. ആസാമികളാണ്. ഓ, ശരി ശരി ശരി. അപ്പൊ ഇത് റോബസ്റ്റയുടെ ഒരു 200 വാഴയെങ്കിലും ഉണ്ടാവും അല്ലേ? റോബസ്റ്റയുടെ തോട്ടം. അപ്പുറത്തുള്ളത് പൂള അല്ലെ, കപ്പുണ്ട്. അപ്പുറത്ത് വാഴയുണ്ട്. നെല്ല് മേലെപ്പാടത്ത് നെല്ലുണ്ട്. ഇത് ടിഷ്യൂ കൾച്ചർ കിട്ടിയത് വെച്ചതാണ് അല്ലെ? ടിഷ്യൂ കൾച്ചർ മറ്റേ സാധാ നേന്ത്രൻ അല്ലേ? സാധാ നേന്ത്രൻ. അതിപ്പോ പുതിയ. അപ്പൊ എല്ലാ സീസണിലും വെട്ടാനുണ്ടാവോ ഏകദേശം? എനിക്ക് അങ്ങനെയാ മനസ്സിലാകുന്നത്. അപ്പൊ നമുക്ക് ഒരുമാതിരി കളർപ്പില് ഒരു വില അത്യാവശ്യം കിട്ടും. മിക്സ് ആയിട്ട് കിട്ടും. പച്ചക്കറികൾ ഏതൊക്കെയാ ചെയ്യല്? പച്ചക്കറി പയറുണ്ട്, പിന്നെ വെണ്ട, വൈതനങ്ങ, പിന്നെ വെള്ളരി, ഇളവൻ, പടവലങ്ങ. അപ്പൊ ഫുൾ ടൈം കൃഷിക്കാരനാണ്. ഈ നമ്മുടെ ഡ്രിപ്പ് ഒക്കെ വാങ്ങിച്ചതുണ്ട്, അതൊന്ന് ഇടാൻ ഇപ്പോഴും ആയിട്ടില്ല അല്ലേ? ഇപ്പൊ ഇടുന്നു. വെള്ളത്തിന്റെ കൊല്ലം പിന്നെ വായ കൂടുതലായതുകൊണ്ട് ഇട്ടിട്ടില്ല ട്രിപ്പ്. ഇടാനുണ്ട്. അത് ശരിയാവണം അല്ലേ? ശരി. ഈ വാഴയിന്ന് ഇപ്പൊ കുട്ടികൾ എടുത്തിട്ട് വെക്കുവോ? കന്നെടുത്തിട്ട് ഇതെടുത്ത് വെക്കും, പറിച്ചു വെക്കും. അപ്പൊ ഇങ്ങനെ കൊല്ലം മുഴുവൻ വെട്ടാനുണ്ടാവും ഏകദേശം. അപ്പൊ നനയ്ക്കാനൊക്കെയോ? നനയ്ക്കാനൊക്കെ മോട്ടറുണ്ട്. ഇവിടെ മോട്ടറുണ്ട്, അപ്പുറത്തുണ്ട്, സംവിധാനങ്ങളൊക്കെ എല്ലായിടത്തൊക്കെ നനക്കും. ഓ, ഏതാ തോടാണോ എന്താണുള്ളത്? തോടല്ല, ഇവിടെ കിണറുണ്ട്. കിണറിന്ന് ഉള്ള വെള്ളം കൊണ്ട് നനയ്ക്കും. അപ്പൊ കൃഷി എങ്ങനെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ലാഭകരമാണോ? ലാഭകരം ചില സമയങ്ങളിൽ കിട്ടും. കാരണം ഇപ്പൊ എന്താ ഒരു മാസത്തിൽ നമുക്ക് സുഖമായിട്ട് ഒരു 1,00,000 ഉറുപ്പിന് മുകളില് കൂലി കൊടുക്കാൻ ഒരുപാട് ചെലവ് വരും. അപ്പൊ ഇപ്പൊ വില കമ്മിയായതുകൊണ്ട് അതിന് ക്ഷീണത്തിലാണ്. ഓരോ സാധനത്തിനും വില കമ്മിയാണ്. പൂളക്കാണെങ്കിൽ 11 ഉറുപ്പ്യ. അപ്പൊ എന്തെങ്കിലുമൊക്കെ വന്ന് ചോദിച്ചത് 11 ഉറുപ്പ്യാണ്. അങ്ങനെ ഓരോ സാധനം. വാഴക്കൊക്കെ ഇപ്പൊ 30 ഒരു മീഡിയം വിലയാണ്, കുഴപ്പമില്ല. ചേനക്ക് തീരെ വിലയില്ല. ചേന കുറെ വെച്ചോ പ്രാവശ്യം? അവിടെ ഉണ്ട്, കുറെ ഉണ്ട്. അതെ, 1 ഏക്കർ സ്ഥലമുണ്ട്, ചേനുണ്ട്. പറിക്കാറായിക്കോളും, പക്ഷെ വിലയില്ല. 45 ഉറുപ്പ്യന്റെ റേറ്റിൽ വിത്ത് മേടിച്ച. ഇപ്പൊ ഇന്നലെ വിളിച്ചപ്പോ 21 ഉറുപ്പ്യ പറഞ്ഞു. ഇനി അത് വിത്തിലെ സമയത്ത് ആർക്കാലും കൊടുക്കാം. കുംഭമാസത്തില് പറിച്ചാല് കുഴപ്പമുണ്ടാവോ? പറിച്ചു വെക്കണം. വീട് നട്ട സമയത്ത് കൊടുത്താൽ മതി. അപ്പൊ എപ്പോഴും ചെലവ് ചുരുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെയൊക്കെ ചെലവ് ചുരുക്കാൻ പറ്റുമോ അത് നോക്കുക. ഉൽപാദനം ഇതേപോലെ തേനിവാഴ പോലെയുള്ള നല്ല ഉൽപാദനമുള്ള കന്നുകൾ തന്നെ വാങ്ങി. അതൊക്കെ നല്ല മെച്ചമായിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ തിരക്കൊണ്ട് കുറച്ച് എത്തിപ്പെടാൻ പറ്റാത്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലെ? അല്ലാതെ ഞാൻ 40 ഏക്കർ മൂസക്കുട്ടി ചെയ്യുന്നുണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഏതായാലും ഇവിടെ വന്ന് കണ്ടത് ഫലവത്തായി. എനിക്ക് ഇന്നത്തെ ദിവസം ധന്യമായി. ശരി.